പാഠം 445 ഒരു സമ്മാനം. ആഹാ, അമ്മ രാവിലെ തന്നെ അടുക്കള കയറിയോ? ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ എനിക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. എനിക്കിത് എത്ര കൊല്ലമായിട്ടുള്ള ശീലമാ മോളെ. രാവിലെ എഴുന്നേൽക്കുന്ന പാടെ അടുക്കളയിൽ കയറിയില്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടല. നീ ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഓഫീസിൽ പോകാനുള്ളതല്ലേ, റെഡിയാവാൻ നോക്ക്. ഇപ്പോഴയോ? എനിക്കിഷ്ടം പോലെ സമയമുണ്ടമ്മേ. സാധാരണ മോഹനേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ എഴുന്നേൽക്കാറുള്ളൂ. എന്തായാലും മോഹനയുടെ ചായ ഉണ്ടാക്കി കൊടുത്ത് മോഹനേട്ടൻ ഇട്ടുകൊണ്ട് പോകാനുള്ള ഷർട്ടും മുണ്ടും തേച്ച് വെച്ചിട്ട് ഞാൻ കഴിക്കാൻ ഉണ്ടാക്കാൻ തുടങ്ങും. മോഹനേട്ടൻ പോയി അരമണിക്കൂറോടെ കഴിഞ്ഞ് എനിക്കിവിടുന്ന് ഇറങ്ങിയാൽ മതി. എനിക്ക് സ്കൂട്ടർ ഉള്ളത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഓഫീസിലെത്താം. പിന്നെന്തിനാ ഇങ്ങനെ രാവിലെ ധൃതി കൂട്ടണേ? എങ്ങനെയുണ്ട് മോളെ അവന്റെ സ്വഭാവം? പഴയ പോലൊക്കെ തന്നെ. എനിക്കറിയാം, പിടിവാശി മുൻകോപം കണ്ടുപിടിച്ചതേ അവനല്ലേ. മോള് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ടാവൂലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അമ്മേ. പണ്ടൊക്കെ ഈ ദേഷ്യം വാശിയൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. ഇപ്പൊ എന്റെ മോഹനേട്ടൻ എനിക്ക് ശരിക്കും അറിയാം. ദേഷ്യം വന്നിട്ട് ദേഷ്യപ്പെടുന്നതൊന്നുമല്ല, അതും മോഹനേട്ടൻ്റെ ഒരു രീതിയാ. പിന്നെ ഉള്ളിലൊരു പാവത്താനാണെന്ന് എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം? ചെറുപ്പം മുതലേ അവനെ അങ്ങനെ. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടക്കണം. അതിനുവേണ്ടി എന്ത് വാശിയും കാണിക്കും. പിന്നെ മിക്കപ്പോഴും അവന്റെ ഭാഗത്തെ ന്യായമുള്ളത് കൊണ്ട് ഞാനതങ്ങ് വകവെച്ചു കൊടുക്കും. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പ്രായത്തിൽ കള്ളു കുടിക്കാത്ത, പുക വലിക്കാത്ത, കൈക്കൂലി വാങ്ങാത്ത, സത്യത്തിന് നിരക്കാത്ത, ഒന്നും ചെയ്യാത്ത ഒരാണിനെ മാഷിട്ട് നോക്കി നമുക്ക് കാണാൻ പറ്റൂ. ഇത്രയും ഗുണങ്ങളുള്ള ഒരാള് ചിലർ വാശിയൊക്കെ പിടിക്കുമ്പോ നമ്മളത് കണ്ടില്ലെന്ന് നോക്കണം. പിന്നെ അമ്മയ്ക്ക് അറിയാത്തത് കൊണ്ടാ. വാശിയിൽ ഞാൻ തീരെ മോശമല്ല. മോഹനന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നല്ല ഒന്നാന്തരം തല്ല് കിട്ടുമായിരുന്ന വേലകൾ എന്തൊക്കെ ഞാൻ ഒപ്പിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ മോഹനേട്ടനെ കൊണ്ടൊന്നും വഴക്കുണ്ടാക്കിച്ചില്ലെങ്കിൽ എന്റെ അന്നത്തെ ദിവസം തന്നെ പോയ പോലെയോ. എത്ര വഴക്കുണ്ടാക്കിയാലും വൈകുന്നേരം ആവുമ്പോഴേക്കും കൂട്ടുകൂടാൻ വന്നോളൂ ആശാൻ. ഹലോ. ആ സാറേ, ഞാനാണ് ഉത്തമായി. ആ എന്തോ ഉത്തമ? നാട്ടിൽ സാറിന്റെ അമ്മ വന്നെന്ന് പറയുന്നേട്ട്. ആ ഇന്നലെ ഉച്ച കഴിഞ്ഞെത്തി അമ്മ. ആ എന്നിട്ട് സാറൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. ആനിപ്പോ പലചരക്കടയിലെ മാധവൻകുട്ടി പറഞ്ഞിട്ടാണ് സംഭവം അറിയുന്നത് തന്നെ. ഉത്തമൻ പറയുന്ന കേട്ടാ ഇവിടെ എന്തോ ഭൂമി വിലക്കുണ്ടായ പോലെ തോന്നുമല്ലോ. എന്റെ അമ്മ നാട്ടിൽ നിന്ന് വന്നു. അത് അപ്പൊ തന്നെ ഉത്തമനെ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? അയ്യോ അങ്ങനെയല്ലേ സാറേ, വീട്ടിലൊരു അതിഥി വരുമ്പോ അത് പരിചയക്കാരോടൊക്കെ പറയുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. പിന്നെ സാറേ, ഞാനേ രാവിലെ കുറച്ച് തിരക്കിലാണേ. ബ്ലോക്ക് ഓഫീസ് പോകണം, പഞ്ചായത്ത് ഓഫീസ് പോകണം. അതെല്ലാം കഴിഞ്ഞ് ഒരു 2 മണിയാവുമ്പോ അത് വഴി വരുമെന്ന് അമ്മയോടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ അമ്മ വന്നതിന്റെ ചെലവുണ്ടാ സാറേ? ഉണ്ടല്ലോ, അമ്മ വന്നതിന്റെ കുറച്ച് ചെലവുണ്ട്. സാധാരണ ഇവിടെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അത് 3ആവുമ്പോ കുറച്ചധികം ചെലവ് വരും. അയ്യോ അങ്ങനെയല്ല സാറേ, എനിക്ക് ചെലവ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞേ. എന്റെ അമ്മ എന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നതിന് വല്ലയിടത്തും കിടക്കുന്ന ഉത്തമന് ഞാൻ ചെലവേണ്ട കാര്യം എന്താണ്? ഓ എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞ് തിരിച്ചെടുത്ത്. എനിക്ക് ചെലവും വേണ്ട, ഒന്നും വേണ്ട. ചെലവ് വേണം പോലും. എന്തിന്? ഇവർക്കൊക്കെ ചെലവ് ഒരു കാരണം മതി. എന്താ പ്രശ്നം? ഉത്തമനെ വിളിച്ചത്. ഒച്ച കുറച്ച്. അമ്മ എപ്പുറത്തുണ്ട്. ഉത്തമനാണ് വിളിച്ചത്. അമ്മ ഇങ്ങോട്ട് വന്നതിന് ഉത്തമൻ ഞാൻ ചെലവ് ചെയ്യണമെന്ന്. എന്തിന്? പറഞ്ഞത് ഫോണിലായോണ്ട് ഉത്തമൻ രക്ഷപ്പെട്ടു. ഇല്ലേ വിവരം അറിഞ്ഞാണ്. അത്രയുള്ളൂ കാര്യം. അങ്ങനെയൊക്കെ ആളുകൾ പറയാറുള്ളതല്ലേ മോഹനേട്ടാ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിന്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനെയാണല്ലോ ചെലവ് ചെയ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്തരം വേഷം കെട്ടുകൾ മോഹനകൃഷ്ണന്റെ അടുത്ത് വേണ്ട. ഇനി ഇതും പറഞ്ഞു ഇങ്ങോട്ട് വിവരം അറിയും. അത് വിട്. മോഹനേട്ടന്റെ ദേഷ്യത്തെ പറ്റി അമ്മ ഇപ്പൊ എന്നോട് ചോദിച്ചതേ ഉള്ളൂ. ആ ഞാൻ പറഞ്ഞു പഴയതുപോലുള്ള ദേഷ്യമൊന്നുമില്ല, മോഹനേട്ടൻ ഇപ്പൊ പഞ്ചപാവാണ് എന്ന്. മോഹനേട്ടൻ ഇവിടുന്ന് ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊക്കെ വെറുതെ ആയിരുന്നു അമ്മ കരുതില്ലേ? ഓ നിന്റെ മനസ്സിരിപ്പ് മനസ്സിലായി. പണ്ട് വലിയ ദേഷ്യക്കാരനായിരുന്ന ഞാൻ ഇപ്പൊ പഞ്ചപാവമായി എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം? നീ എന്നെ പേടിപ്പിച്ചു മര്യാദക്കാരനാക്കിയിരിക്കുന്നു എന്ന് അല്ലേ?
അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ഉണ്ടല്ലോ, അങ്ങനെ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. അത് തന്നെ നീ ഉദ്ദേശിച്ചത്. അപ്പൊ എന്താണ് സാറിന്റെ ഉദ്ദേശം? ഉത്തമനോട് വഴക്കുണ്ടാക്കിയതുപോലെ എന്നോടും വഴക്കുണ്ടാക്കാനാ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അമ്മയുടെ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ മര്യാദ കാണിക്കുമ്പോ അമ്മയെ കാണിക്കാനായി എന്നോട് വഴക്കിനെങ്ങാനും വന്നാൽ ഞാൻ തിരിച്ച് എന്താ പറയുക എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല. ഒടുവിൽ അമ്മയുടെ മുന്നിൽ വെച്ച് മോന് നാണക്കേടുണ്ടാക്കി എന്ന് പറയരുത്. ഷർട്ടും കൊണ്ട് ഞാൻ തേച്ചു വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അതെടുത്ത് സ്ഥലം വിടാൻ നോക്ക്. അപ്പൊ അത് ശരി. അപ്പൊ വഴക്കിന് തന്നെയാണ് മോഹനേട്ടന്റെ പുറപ്പാട്. ഇത് ദോഷം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മോഹനേട്ടാ. ആ മോഹനേട്ടാ, എന്താ ഒന്ന് മോഹനേട്ടാന്ന് വിളിക്കുമ്പോ പേടിക്കാൻ മാത്രമുള്ളൂ ഈ വില്ലേജ് ഓഫീസർ. പുറകിലായതുകൊണ്ടല്ലേ വിളിക്കേണ്ടി വന്നത്. മുന്നിലായിരുന്നെങ്കിൽ മോഹനേട്ടൻ എന്നെ കാണാറുന്നല്ലോ. അപ്പൊ എനിക്ക് വിളിക്കേണ്ടി വരില്ലല്ലോ. അമ്മ ഇന്നലെ വന്നപ്പോ വലിയ സ്നേഹത്തിൽ പുതിയ കൂടെയൊക്കെ ആയിട്ടല്ലേ വന്നത്. അത് മോഹനേട്ടൻ 2 കൈ നീട്ടി വാങ്ങുകയും ചെയ്തു. തിരിച്ച് അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കട്ടെ. അത് ആലോചിക്കണം. അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള എന്തെങ്കിലും സമ്മാനം, അങ്ങനെയൊക്കെയല്ലേ വേണ്ടത്. അത് ഞാൻ മാത്രം ഒന്ന് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വാങ്ങുമെന്ന് കൂടി പറയണം. എന്റെ അമ്മയ്ക്ക് ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം എന്ന് എനിക്കറിയാം. മഹാത്മാഗാന്ധിയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കൊണ്ട് വരാനാണെങ്കിൽ അത് പോരാ. അമ്മയുടെ പ്രായത്തിനും ഇഷ്ടത്തിനും പറ്റിയ ഒരു സാധനമായിരിക്കണം. മോഹനോട് വിചാരിച്ചത് നടക്കില്ല. ഞാൻ വാങ്ങിക്കോളാം. നീ എന്ത് വാങ്ങാനാ? അത് വാങ്ങുമ്പോ കണ്ടാ പോരെ. ഞാൻ വാങ്ങുന്ന എന്തായാലും അമ്മയ്ക്ക് അത് ഇഷ്ടാവും. അങ്ങനെ നിനക്കറിയാം. നീ അമ്മയെ കണ്ടു തുടങ്ങിയിട്ട് എത്ര നാളായി? 5 വർഷം ആകാറാവുന്നു. ഞാൻ ജനിച്ചപ്പോ മുതലേ അമ്മയെ കാണുന്ന. അമ്മയ്ക്ക് ഇഷ്ടമാകുന്നത് എന്തായിരിക്കും എന്ന് നിനക്കറിയില്ല. എന്നാര് പറഞ്ഞു? എനിക്കും ഒരമ്മയുണ്ട്. എന്റെ അമ്മയുടെ ഇഷ്ടങ്ങൾ പോലെ ആയിരിക്കുമല്ലോ ഈ അമ്മയുടെ ഇഷ്ടങ്ങള്. അതെങ്ങനെ വരും? എന്ത്? എന്റെ അമ്മ എന്റെ അമ്മയാണ്. അപ്പോ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് അതിൻ്റെതായ ഒരു നിലവാരം ഉണ്ടാവും. പക്ഷെ നിന്റെ അമ്മ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാലയോ വളയോ കമ്മലോ സാരിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് നമുക്ക് കാണാം. മോഹനേട്ടൻ അമ്മയ്ക്ക് സമ്മാനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങിപ്പോ. ഞങ്ങള് നിനക്കൊരു ധാരണയുണ്ട്. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാനൊരു ശുദ്ധ മണ്ടനാണെന്നും. എനിക്ക് അങ്ങനെ ഒരു ധാരണയില്ല. പക്ഷെ എന്റെ ധാരണകൾ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. എന്താ നീ പറഞ്ഞതിന്റെ അർത്ഥം? മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ല? മോഹനേഷ്ണ, എന്താ പ്രശ്നം? ഞങ്ങള് വലിയ ഓഫീസിലെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അതെ അമ്മേ, ഇന്നലെ വില്ലേജ് ഓഫീസിൽ കരവടയ്ക്കാൻ ആരോ വന്നിരുന്നു. അയാളോട് മോഹനേട്ടൻ ചോദിച്ചു, മോഹനേട്ടൻ ഒരു പരമ മണ്ടനാണ് എന്നാണോ അയാൾ കരുതിയിരിക്കുന്നത് എന്ന്. അപ്പൊ അയാള് പറയുക, അയാൾ അങ്ങനെ കരുതിയിട്ടില്ല, പക്ഷെ അതുകൊണ്ട് അത് ശരിയാവണമെന്നില്ല എന്ന്. അല്ലേ മോഹനേട്ടാ? അത് മാത്രമല്ല, ഇന്നലെ ഭാമയുടെ വക്കീൽ ഓഫീസിൽ ഒരാള് ഭാമയെ കാണാൻ ചെന്നിരുന്നമ്മേ. അയാളുടെ ചേട്ടൻ പ്രതിയായ കൊലക്കേസ് വാദിച്ചത് ഭാമയായിരുന്നു. നന്ദി പറയാനാ അയാൾ ചെന്നത്. അയാളെ കേസിൽ നിന്ന് രക്ഷിച്ചേന? അല്ലമ്മേ, ചേട്ടനെ തൂക്കിക്കൊന്നു. എവളല്ലേ വാദിച്ചത്? ഇപ്പൊ ചേട്ടന്റെ സ്വത്ത് മുഴുവൻ അനിയന് കിട്ടി. അതിന് നന്ദി പറയാൻ വന്നതാ അല്ലേടി? നിനക്കല്ലേ കൃത്യം 9:45 ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞത്? ഇനി പഴങ്കഥ പറഞ്ഞിരിക്കാതെ വേഷം മാറിയെന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വാ. ആരടി മണ്ടൻ? നിന്റെ അച്ഛനോ? ആരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്? മോഹനേട്ടൻ അപ്പൂപ്പനെയോ? എന്റെ അമ്മയ്ക്കുള്ള സമ്മാനം നീ വാങ്ങണ്ട, ഞാൻ വാങ്ങിച്ചോളാം. എന്റെ അമ്മയ്ക്ക് സമ്മാനം വാങ്ങിച്ചോടുക്കുന്ന യോഗ്യത നിനക്കില്ല. എന്തായാലും ഞാൻ വാങ്ങും. കാരണം മോഹനേട്ടൻ വാങ്ങിക്കൊണ്ട് വരുന്ന സമ്മാനം കണ്ട് അമ്മ ഹഹഹാന്ന് തലയറിഞ്ഞ് ചിരിക്കുമ്പോ എനിക്ക് എന്റെ മാനം നോക്കണ്ടേ? എന്ത് സമ്മാനം കണ്ടിട്ട് അമ്മ ചിരിക്കും നമുക്ക് കാണാം. കാണാം. ഇതെന്തോന്ന്? ഹലോ, അതെ ഉത്തമനാണ്.
അയ്യോ ഇന്ന് രാവിലെ സമയം ഉണ്ടാവില്ല ചേര. എനിക്ക് 10 മണിക്ക് ബ്ലോക്ക് ഓഫീസിൽ ചെല്ലണം. ഒരത്യാവശ്യ കാര്യമുണ്ട്. ഒരു 3 മണിക്ക് ശേഷമാണെങ്കിൽ നോക്കാം. ഓ ശരി. ആ 3 മണിയാകുമ്പോ മോനേഴ് സാറല്ലേ വരുന്നേ? ആ ഉത്തമനെ കണ്ടതെന്നായി. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും സമ്മാനം വാങ്ങി കൊടുക്കണം. ഭാമ വാങ്ങിച്ചോളാം അവള് പറഞ്ഞു. പക്ഷെ അവള് വാങ്ങുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ ഒരു സാധ്യതയില്ല. ഞാൻ തന്നെ വാങ്ങിക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. എന്തോത്ത് വാങ്ങാ? സാറിന്റെ അമ്മയ്ക്ക് സാറ് സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നതിന് എനിക്കെന്തോന്നു കാര്യം? അല്ല, സാറ് തന്നെ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞ വാചകമാണിത്. ഇക്കാര്യത്തിൽ സാർ എന്നോട് അഭിപ്രായം ചോദിക്കണ്ട, ഞാൻ പറയുകയില്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അമ്മ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, വന്നപ്പോ ഇത് കണ്ടോ, ഈ കുട എനിക്ക് വാങ്ങിക്കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അമ്മ ഒന്ന് വീട്ടിൽ വന്നു, അല്ലെങ്കിൽ സാറിന് ഈ കുട വാങ്ങിച്ച് തന്നു എന്നതുകൊണ്ട് അതൊരു വലിയ സംഭവം ഒന്നും അല്ലല്ലോ. വലിയ സംഭവം എന്ന് പറഞ്ഞാ കുറഞ്ഞ പക്ഷം ഒരു ഭൂമിയിലും കോങ്കിലും ഒക്കെ വേണ്ടേ? നോക്കണ്ട, ഇതും പറഞ്ഞ ഞാനല്ല, സാറ് പറഞ്ഞത് തന്നെ. ഞാൻ തിരിച്ചിത്രയും പറഞ്ഞതിന്റെ പേരിൽ ഒരുപക്ഷെ സാർ എന്നെ വീട്ടിൽ കയറ്റൂലായിരിക്കാം. വില്ലേജ് ഓഫീസിലെ ആവശ്യത്തിന് വന്ന അത് ചെയ്ത് തരില്ലായിരിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ സാറിനെ സഹായിക്കുന്ന പ്രശ്നമില്ല. ആ സാറേ ഇങ്ങൊന്നേ സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്ന സാറാണല്ലോ. കൊടുക്കേണ്ടത് അമ്മയ്ക്കുമാണ്. ഒരു നല്ല തെങ്ങും തൈ വാങ്ങിച്ചു കൊടുക്കണം സാറേ. നാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു വെച്ചാലേ തെങ്ങ് വലുതാകുമ്പോൾ നിറയെ തേങ്ങയും കിട്ടും. ഓക്കെ, ഒരിക്കൽ അവര് ചെയ്ത അബദ്ധത്തിന് അതൊരു പരിഹാരമെങ്കിലും ആവട്ടെ. അബദ്ധം? അമ്മയ്ക്ക് എന്താ അബദ്ധം പറ്റിയത്? ഓഹോ, ഉത്തമനാക്കിയതാണല്ലേ, ശരിയാക്കി തരാ. ഇതിപ്പോ അങ്ങനെ ഒരുപാട് ആലോചിക്കാനുണ്ടോ സാർ? സ്വന്തം അമ്മയ്ക്ക് ഒരു സമ്മാനം വാങ്ങുന്നതിന് എന്തിനാ ഇത്ര ആലോചന? അങ്ങനെ വെറുതെ എന്തെങ്കിലും സമ്മാനം വാങ്ങിച്ച പോരല്ലോ. നമ്മൾ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോ അതിൽ നമ്മുടെ താല്പര്യം ഉണ്ടാവണം, വാങ്ങുന്ന ആളുടെ ഇഷ്ടങ്ങൾ നടക്കണം. അതൊക്കെ വേണം. പിന്നെ വേണ്ടേ? ഉദാഹരണത്തിന്, എനിക്ക് ഒരാൾ ഒരു സമ്മാനം തരികയാണെങ്കിൽ അതൊരു പുസ്തകമായിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയോ ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ കണ്ടെത്തലോ ആയാൽ നന്ന്. പക്ഷെ ശിശുപാലൻ അത് കൊടുക്കാൻ പറ്റുമോ? ശിശുപാലൻ ചേട്ടനാവുമ്പോൾ ഒരു കുപ്പി ബ്രാൻഡ് വാങ്ങി കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അതെ, പക്ഷേ ഒരു ഗാന്ധിയനായ എനിക്ക് ബ്രാൻഡ് വാങ്ങി കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് ശിശുപാലൻ ഇഷ്ടമുള്ള എന്നാൽ എനിക്കും യോജിപ്പുള്ള ഒരു സാധനം വാങ്ങണം. ശിശുപാലൻ ചേട്ടനാണെങ്കിൽ സാർ എന്ത് വാങ്ങും? ഒരു ചായയോ വടയോ. ശിശുപാലൻ ഇഷ്ടവുമാണ്, എനിക്ക് എതിർപ്പുമില്ല. എനിക്കാണെങ്കിൽ സാർ എന്ത് വാങ്ങും? കാഞ്ചനയ്ക്ക് താല്പര്യം സൗന്ദര്യവർദ്ധക വസ്തുക്കളോ സാരിയോ ഒക്കെ ആവും. പക്ഷെ ഞാനത് വാങ്ങില്ല. കാരണം കൃത്രിമമായ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോട് കെ മോഹനേഷിന് യോജിപ്പില്ല. സാറേ, എനിക്കാണെങ്കിൽ എന്ത് വാങ്ങിത്തരും? കേരള സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള പെരുമാറ്റച്ചട്ടം ഒരു 10 പങ്ക് വാങ്ങിത്തരും. രാവിലെ എത്ര മണിക്ക് ഓഫീസിലെത്തണം, ഓഫീസിൽ എത്ര മണിക്ക് പോകാം എന്നൊക്കെ അതിലുണ്ട്. സ്വയം പ്രഭയ്ക്ക് അത് നന്നായി ഉപയോഗപ്പെടും. സാറിന്റെ അമ്മയ്ക്ക് പുതിയൊരു രാമായണം വാങ്ങി കൊടുത്തല്ലോ സാറേ. പല പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങിക്കൊടുത്ത 8 രാമായണ അമ്മയുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, സാധാരണ പ്രായമായ ആൾക്കാർക്കാണല്ലോ നമ്മൾ രാമായണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ഞാൻ ഇനിയും രാമായണം വാങ്ങിക്കൊടുത്താൽ അമ്മ പറയും അമ്മയെ ഒരു ഭയങ്കര വയസ്സായിട്ട് ഞാൻ കണ്ടു തുടങ്ങി എന്ന്. എന്നാ പിന്നെ ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്താലോ? അപ്പൊ അമ്മ തീരെ ചെറുപ്പമായിട്ട് അമ്മയ്ക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിലും സാറിന് മൊബൈൽ ഇഷ്ടമല്ലല്ലോ. സാറേ, ഒരു കുപ്പി ധന്വന്തരം കുഴമ്പ് വാങ്ങി കൊടുത്താലോ? ഇപ്രായത്തിൽ വളരെ നല്ലതാ. ശരിയാ. അതൊരു സമ്മാനമല്ലല്ലോ ശിശുപാല, ഒരു ആവശ്യമല്ലേ. എന്നാ പിന്നെ വല്ല ഭക്ഷണം എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക്. ഐസ്ക്രീമോ മിഠായിയോ അങ്ങനെ എന്തെങ്കിലും. അമ്മയ്ക്ക് ഷുഗർ ഉണ്ട്. ഞങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ആവശ്യമുള്ളതെന്ന് സാറിന് ഇഷ്ടപ്പെടില്ല, സാറിന് ഇഷ്ടമുള്ളതെന്ന് അമ്മയ്ക്ക് ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ, എന്തെങ്കിലും എന്റെ മനസ്സ് വരും, അത് ഞാൻ വാങ്ങുകയും ചെയ്യും. ആ, നിങ്ങളുടെ ജോലി തുടങ്ങ്.
സ്വന്തം അമ്മയ്ക്ക് എന്താ വാങ്ങേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരു വില്ലേജ് ഓഫീസർ വൈകുന്നേരം വരെ ആലോചിച്ചിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോ മോഹനേഷ സാർ അമ്മയ്ക്കൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ചുമ്മാ എഴുതി കൊടുക്കുമെന്നാ എന്റെ പേര്. ഓ എന്റെ ഹലോ, അതെ ഉത്തമനാണ്. അയ്യോ സാറിന്റെ കാര്യം ഞാൻ മറന്നൊന്നുമല്ല. വീട്ടു ജോലിക്ക് ഇപ്പോ പഴയതുപോലെ ആളെ കിട്ടാനില്ല സാറേ. അയ്യോ അങ്ങനെ പറഞ്ഞപ്പോ എന്തോ ചെയ്യാന്? എന്നാലും ഞാൻ നോക്കട്ടെ സാറേ. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാം. ഓ ശരി 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 ശരി. ആ ആ ആ പിന്നെ വീട്ടു ജോലിക്കുള്ള ആളിനെ ഞാൻ പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടക്കയില്ലേ. ആളിനെ കിട്ടിയാൽ കൊണ്ടുപോയി കൊടുക്കും. ഇല്ലെങ്കിൽ വീട്ടുജോലി തന്നെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഓ ആ സാറെന്തെന്ന് വൈകിയത്? മണി ഏതാണ്ട് 5:45 എന്താണ് സാറേ വലിയ ഗൗരവം? രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞോണ്ടാണോ? അത് ഞാൻ അപ്പോഴത്തെ വാശിക്ക് പുറത്ത് വെറുതെ പറഞ്ഞല്ലേ സാറേ. അതല്ല ഉത്തമ, പിന്നെ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. എന്തു പറ്റി? അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നൊരു സാധനം കിട്ടണ്ടേ. ആഫീസിൽ നിന്ന് ഇറങ്ങി കടകളെല്ലാം കയറി, പക്ഷെ മനസ്സിന് പിടിച്ചൊന്നും കിട്ടിയില്ല. എന്റെ പൊന്ന് സാറേ, അമ്മയ്ക്കൊരു സമ്മാനം കൊടുക്കുമ്പോ അങ്ങനെയൊക്കെ ആലോചിക്കണോ? എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച പോരെ. മക്കൾ എന്ത് വാങ്ങി കൊടുത്താലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂലേ? അതല്ല ഉത്തമ, അമ്മ എന്നും ഓർത്തിരിക്കുന്ന ഒരു സമ്മാനം വാങ്ങണം. അത് കൊടുത്തത് ഞാനാണല്ലോ എന്ന് അമ്മ എപ്പോഴും ആലോചിക്കണം. ഓ അങ്ങനെ. ഭാമ അമ്മയ്ക്ക് എന്തോ വാങ്ങുന്നുണ്ട്. അവള് ഉറപ്പായി അത് വാങ്ങിക്കാണും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ അമ്മയുടെ മുന്നിൽ നാണം കെട്ട തന്നെ. അത് സംശയമില്ലാത്ത കാര്യമാണ്. പെറ്റമ്മയോട് മകനുള്ളതിനേക്കാൾ സ്നേഹം മരുമകൾക്കാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ സാറേ? ഒരു കാര്യം ചെയ്യ് സാറ്, ഇന്ന് മുഴുവനും ആലോചിച്ചതിന് ശേഷം സാറ് നാളത്തേക്ക് എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി. അമ്മ കുറച്ച് ദിവസം ഉണ്ടല്ലോ. ഭാമ അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ട് എന്താ കാര്യം? അവള് വാങ്ങിയത് കണ്ട് ഞാൻ വാങ്ങാൻ പോയിന്നല്ലേ വിചാരിക്കൂ. ഇന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല. ലോകത്ത് മനുഷ്യന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ദാരിദ്ര്യം, രോഗം, കടം, കുടുംബകലഹം. മോഹനേരി സാറിന് ഇതൊന്നുമില്ല. പക്ഷെ എന്നിട്ട് മനസ്സമാധാനം ഉണ്ടോ? അതുമില്ല. കഷ്ടം. മോനട്ടാ, ഇതെന്താ വൈകിയത്? മണി 6 പോകുന്നു. എനിക്ക് പല കാര്യങ്ങളാണ്. അതെന്ത് കാര്യമാണപ്പാ? അത് പോട്ടെ, അമ്മയ്ക്ക് സമ്മാനം വല്ലതും വാങ്ങിയോ? ഒന്നും വാങ്ങിയിട്ടില്ല. വാങ്ങില്ലെന്ന് എനിക്കറിയായിരുന്നു. സ്വന്തം അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങുന്നതിലും പിശുക്ക്. പിശുകൊണ്ടല്ല, പിന്നെ മക്കൾ അമ്മയോട് സ്നേഹം കാണിക്കുന്നത് സമ്മാനം വാങ്ങി കൊടുത്തല്ല. ഞാൻ എന്തെങ്കിലും വാങ്ങിയാലും വാങ്ങില്ലെങ്കിലും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വല്ലെന്ന് എനിക്കറിയാം. അമ്മയോടെ അമ്മയൊത്തുണ്ട്. അമ്മ. ആഹാ, നീ വന്നോ? വരേണ്ട നേരം കഴിഞ്ഞല്ലോ എന്ന് ഭാമ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എവിടെ പോയതാടാ? 1-2 അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അമ്മയ്ക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ലല്ലോ. നീ രാവിലെ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ, അതിനുള്ളിൽ എന്ത് അസുഖം വരാനാടാ? വീട് മാറി താമസിക്കല്ലേ, അതിന്റെ ഓഹോ. ഞാൻ വേഷമൊക്കെ ഒന്ന് മാറിട്ട് വരാമേ. മോനെ, അമ്മയ്ക്ക് സന്തോഷമായടാ. നീ എനിക്കായി കൊടുത്തു വിട്ടതാണെന്ന് ഭാമ പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ ഒരു സമ്മാനമായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നന്നായിട്ടുണ്ട്. ഈ ഫോട്ടോ ഒക്കെ നിന്റെ കയ്യിലുണ്ടായിരുന്നല്ലേ? അല്ലമ്മേ, ഇത് ഒക്കെ ഭാമ പറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങാൻ പോവുകയാണെന്ന് നീ രാവിലെ പറഞ്ഞപ്പോ ഇതായിരിക്കുമെന്ന് അവളും കരുതിയില്ലെന്ന്. വൈകിട്ട് വരാൻ വൈകുമെന്ന് പറഞ്ഞ് നീ ആരുടെയോ കയ്യിൽ കൊടുത്തു വിട്ടതാണെന്ന് അവള് പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷായി. ഇങ്ങനെയൊരു സമ്മാനം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല.
പുറമെ കാണിക്കാൻ അറിയില്ലെന്നല്ലേ ഉള്ളൂ. നിന്റെ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് അമ്മയ്ക്കറിയാം. ചെല്ലേ, പോയി ചായ കുടിക്ക. ക്ഷീണിച്ചു വന്നതല്ലേ. സാറേ, ചായ. അമ്മ എന്തു പറഞ്ഞു? നിനക്ക് എവിടെ ഫോട്ടോ കിട്ടിയത്? മോഹനേട്ടന്റെ ആൽബത്തിൽ നിന്ന്. സെഷൻസ് കോടതിയുടെ മുന്നിൽ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ കൊടുത്ത് സംഗതി ശരിയാക്കിയെടുത്തു. കഴിഞ്ഞ തവണ നമ്മൾ വീട്ടിൽ പോയപ്പോ അമ്മ പറഞ്ഞില്ലേ, കിടപ്പമുറിയിലെ മേശയിൽ വെക്കാൻ അച്ഛന്റെ ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പൊ പിന്നെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോ ആവട്ടെ എന്ന് ഞാൻ കരുതി. അത് ഞാൻ ഫ്രെയിം ചെയ്തു തന്നാണെന്ന് നീ എന്തിനാ അമ്മയോട് പറഞ്ഞത്? മോഹനേട്ടനല്ലേ അത് ചെയ്യേണ്ടത്. അപ്പോ അത് മോഹനേട്ടന്റെ ക്രെഡിറ്റിലിരിക്കട്ടെ എന്ന് ഞാൻ കരുതി. അല്ലെങ്കിലും നമ്മളിൽ ആര് ചെയ്തു ആര് ചെയ്തില്ല എന്നൊന്നും ഇല്ലല്ലോ. നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടല്ലേ. നന്ദി. നന്ദി പറയാൻ പറട്ടെ. അതിനു മുന്നേ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. മകന്റെ സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാവാൻ സമ്മാനത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് കുറച്ചു മുന്നേ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തു പറയുന്നു? അമ്മ പറഞ്ഞു എനിക്ക് അമ്മയോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നെന്ന്. അപ്പൊ സമ്മാനം കൊടുത്തും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോ. അപ്പോ എന്നോട് മോഹനേട്ടനുള്ള സ്നേഹം എനിക്ക് മനസ്സിലാക്കി തരാനായി എനിക്കൊരു സമ്മാനം തരേണ്ടതല്ലേ? ഒരു അടിപൊളി സമ്മാനം. ചായ കുടിച്ചിട്ട്. സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സമ്മാനം പോലും നിശ്ചയിക്കാനാവാത്തയാൾ മുന്തിയ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്നത് എങ്ങനെയെന്ന് ശത്രുക്കൾ ചോദിക്കുമായിരിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അങ്ങനെയാണ്. തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കുറച്ച് പാടുപെടും. എന്തായാലും അമ്മയുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു സമ്മാനം ഭാര്യയുടെ ചെലവിൽ അമ്മയ്ക്ക് കൊടുത്ത് മോഹനകൃഷ്ണൻ